കാലവർഷം തുടങ്ങിയത് മുതൽ വെള്ളക്കെട്ടിലാണ് ചാക്ക നിവാസികൾ. ഒരു മാസത്തിലേറെയായി വീടുകൾ വെള്ളത്തിൽ തന്നെയാണ്. മലിനജലത്തിലെ ജീവിതം ഇവരെ രോഗികളാക്കി മാറ്റുകയാണ്. വിവരങ്ങളുമായി ഗോകുൽനാഥ് അവിടെ നിന്നും ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. വളരെ അധികം തവണ നമ്മൾ ഇത് ഉന്നയിച്ച ഒരു പ്രശ്നമാണ് ചാക്ക നിവാസികളുടെ ബുദ്ധിമുട്ട്. വെള്ളം പമ്പ് ചെയ്ത് കളയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അവർക്ക് അതിൽ നിന്നും സ്ഥിരമായൊരു മോചനം ഉണ്ടാവുന്നില്ല. എന്താണ് ഇപ്പോൾ സ്ഥലത്തെ അവസ്ഥ? പ്രദേശവാസികൾ എന്താണ് ആവശ്യപ്പെടുന്നത്? മോത്തി, കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം ജില്ലയിൽ മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയോ എന്നുള്ളതെന്ന ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി 3 ദിവസം മുൻപൊക്കെ നമ്മൾ ഇവിടെ തന്നെ മഴയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾക്കായി വന്നതാണ്. അന്ന് വലിയ വെള്ളക്കെട്ട് തന്നെയായിരുന്നു. ഇന്നും ആ സ്ഥിതി തന്നെ തുടരുകയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം മഴയില്ല, എന്നിട്ടും തലസ്ഥാനത്തെ ജനജീവിതം വളരെ ദുരിതത്തിൽ തന്നെയാണ്. ഇത് ചാക്ക ഓൾ സെയിൻസ് കോളേജിൻ്റെ പിൻഭാഗത്തെ വീടുകളുടെ അവസ്ഥയാണ്. 300ഓളം കുടുംബങ്ങൾ നിലവിൽ ഇവിടെയുണ്ട്. ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ ഈ വെള്ളത്തിൽ കൂടെ തന്നെ ഇത് 1 മാസത്തിലേറെയായി കെട്ടിക്കിടക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യം നാട്ടുകാരടക്കം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് തെളിവുകളുമുണ്ട്. കാരണം ഈ വെള്ളമൊക്കെ തന്നെ പായൽ പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ റോഡിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾ നേരിടുന്നുണ്ട്. സ്കൂളിൽ പോകുന്നവർ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവർ, ഇവർക്കൊക്കെ തന്നെ പുറത്തേക്ക് പോകാനോ തിരിച്ചു വരാനോ ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കൊച്ചു കുട്ടികളടക്കമുണ്ട്, പ്രായമുള്ളവരുണ്ട്. ഈ അടുത്ത് നമ്മൾ കാണിച്ച ഒരു റിപ്പോർട്ടിൽ ഒരു അമ്മ പറയുന്നുണ്ട് അവർക്ക് കാലും കൈയും ഒക്കെ വയ്യ, എന്നിട്ട് കൂടെ ഇവിടെ നിന്ന് ആശുപത്രി പോകാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം ഓർത്തോടെ ഡോക്ടറുണ്ട്, പക്ഷേ ഓർത്തോടെ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. പല വീടുകളിലും വെള്ളം കയറി നിൽക്കുകയാണ്. പലരും 2ാം നിലയിലേക്കൊക്കെ 2 നില വീടുള്ളവർ 2ാം നിലയിലേക്ക് താമസം മാറി. പക്ഷേ എന്നിരുന്നാൽ കൂടെ പലർക്കും അതിനുള്ള സാഹചര്യമില്ല. പലരും ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. നമ്മളിപ്പോൾ ഈ കാണുന്ന വീടിനപ്പുറത്തേക്കുള്ള വീടുകളൊക്കെ തന്നെ ഇതിലേറെ മുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിലെ ചാക്കയിലുണ്ട്. ചാക്ക പല പ്രദേശത്തും, തിരുവനന്തപുരത്ത് പല പ്രദേശത്തും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയ ഒരവസ്ഥയാണ്. ഇവിടെ ഒരു ജനപ്രതിനിധി പോലും ഇപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ വാർത്തകളൊക്കെ വന്നു, മറ്റു മാധ്യമങ്ങളെല്ലാം, എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്താണ്. നമ്മൾ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്താണ്. പക്ഷേ അതിനുശേഷവും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. പല വീടുകളിലും വെള്ളം മുങ്ങി തന്നെ നിൽപ്പാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ പാചകം ചെയ്യാനും പിന്നെ പല വീടുകളിലും സ്ത്രീകളടക്കമുള്ളവർ കുടുങ്ങിക്കിടപ്പാണ്. മുൻപോട്ടുള്ള വീടുകളിലൊക്കെ തന്നെ പല വീടുകളിലും സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ കൂടെ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. എന്തായാലും വലിയ ദുരിതം തന്നെയാണ്. ഇതെന്തായാലും പരിഹാരം കാണേണ്ടത് തന്നെയാണ്. ഓടയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാവാൻ സാഹചര്യം എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറഞ്ഞത്. എന്തായാലും അത് മുൻപോട്ട് പോകണം, പണി മുൻപോട്ട് പോകണം. എന്നാൽ മാത്രമേ ഈ ഓടകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ഓടകൾക്ക് ബദലായിട്ട് ഈ ചെറിയ ഓടകളിലെ വെള്ളം വലിയ ഓടകളിലേക്ക് മാറ്റുന്നതിനായി വലിയൊരു ഓടയോ മറ്റോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളക്കെട്ടുണ്ടായത്. കഴിഞ്ഞ 1 മാസമായി പെയ്ത മഴയിൽ, 1 മാസം മുൻപ് പെയ്ത മഴയിൽ അടിഞ്ഞുകൂടിയ വെള്ളമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് ഇതുവരെ പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിന്നുണ്ടായിട്ടില്ല. ഇപ്പോഴും കനത്ത വെള്ളക്കെട്ട് തന്നെയാണ്. എന്തായാലും ഇത് ഈ അടുത്ത മാസം ഒന്നും പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇടയ്ക്കൊന്ന് മഴ തോർന്നു നിന്നാണ്. ആ സാഹചര്യത്തിൽ പോലും തിരുവനന്തപുരത്ത് ഈ ചാക്കയിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് വെള്ളം ഒഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഭീതിയിൽ തന്നെയാണ്. ഇപ്പോഴും ഈ മലിനജലത്തിൽ തന്നെയാണ്. ഒരു ഇലക്ട്രിക് കമ്പിയോ മറ്റോ പൊട്ടി വീണ് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്താണ് തിരുവനന്തപുരത്ത് ഒരു മരണം സംഭവിച്ചത്. KSEB 10 ലക്ഷം രൂപ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ എന്നിരുന്നാൽ കൂടെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ വെള്ളക്കെട്ട് ഉണ്ടാകാം, സ്ഥിതി രൂക്ഷമായി കഴിഞ്ഞാൽ എപ്പോൾ ഒരു ഇലക്ട്രിക് കമ്പിയെങ്കിലും പൊട്ടി വീണ് കഴിഞ്ഞാൽ എത്രയോ പേരുടെ ജീവൻ അതിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ അതിന് മുമ്പ് തന്നെ സർക്കാർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർക്കടക്കം പറയാനുള്ളത്. മൂർത്തി, ശരി. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ചാക്ക പ്രദേശവാസികളുടെ ജീവിതം ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്.